ക്ലാസിക്കൽ മെക്കാനിക്സിൽ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിൽ 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്, ഡി-എലംബേർട്ട്സ് പ്രിൻസിപ്പിൾ, പിന്നെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഫ്രം ഡി-എലംബേർട്ട്സ് പ്രിൻസിപ്പിൾ. ഇതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കാണ്. ഇത് ഈ 3 ടോപ്പിക്സും തമ്മിൽ കുറച്ച് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേനും വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് എത്തിക്കാൻ എത്രമാത്രം ഫോഴ്സ് ഉപയോഗിച്ചു, അതിൻ്റെ ഒരു മെഷറിനെയാണ് നമുക്ക് വർക്ക് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വിർച്വൽ വർക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒരു വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സച്ച് ദാറ്റ് ദർ ഇസ് നോ പാസേജ് ഓഫ് ടൈം. അതായത് അത്രയ്ക്ക് ചെറുതാണ്, നമ്മളൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്കിനെയാണ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത്. സോ എ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആൻ ഇമാജിനറി ഡിസ്പ്ലേസ്മെൻറ്റ് സച്ച് ദാറ്റ് ദർ ഇസ് നോ പാസേജ് ഓഫ് ടൈം ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം ഡ്യൂ ടു വെരി സ്മോൾ ചേഞ്ച് ഇൻ കോർഡിനേറ്റ്. അപ്പം വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമാജിനറി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ ടൈമിന് പാസേജ് ഇല്ല, ദർ ഈസ് നോ പാസേജ് ഓഫ് ടൈം ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അത് പെട്ടെന്ന് റാൻഡമായിട്ട് നടക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനിലുള്ള ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഇൻ കോർഡിനേറ്റ്സ്, അതിനാണ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക, അതിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ അപ്പോൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ വെൻ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, when the system is in equilibrium, the total force on each particle vanish. അതായത് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, അതിന് ചേഞ്ച് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഈ ഫോഴ്സ് 0 ആയിരിക്കുന്ന കേസിൽ അവിടുത്തെ വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് ദെൻ ദ വിർച്വൽ വർക്ക് ഈസ് വർക്ക് എന്ന് പറയുന്നത് FS. അപ്പോൾ F എന്ന് പറയുന്നത് FI 0 ആണ്. പിന്നെ S എന്ന് പറയാനായിട്ട് അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ΔRI ആണ്, വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ FI ΔRI ഈസ് ഈക്വൽ ടു 0. വർക്ക് ഇവിടെ 0 ആണ്. ഇനി ഇത് I പാർട്ടിക്കിളിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഇനി ഓൾ പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൺസിഡറിങ് ആൾ പാർട്ടിക്കിൾസ് സിഗ്മ I FI ΔRI ഈസ് ഈക്വൽ ടു 0. ഇവിടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് FI ഈസ് ഈക്വൽ ടു FI ഓഫ് A പ്ലസ് FI. ഇവിടെ FI ഓഫ് A എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ്, FI എന്ന് പറയുന്നത് ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ I FI ഓഫ് A ΔRI പ്ലസ് സിഗ്മ I FI ΔRI ഈക്വൽ ടു 0. ഇനി ഈ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻസ് 0 ആയിക്കഴിഞ്ഞാൽ വെൻ ദ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻസ് ആർ 0, and the forces of constraints are 0, sigma I FI of A ΔRI equal to 0. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ I FI ΔRI ഈസ് ഈക്വൽ ടു 0 എന്നും പറയാം. സോ ദിസ് ഈസ് കാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. That is, the work done is 0. The work done is 0 in case of an arbitrary virtual displacement. The work done is 0 for a system in case of a very small
displacement from mean position. സോ അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലുള്ള വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ വർക്ക് ഡൺ ഫോർ എ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ ഈസ് ഓൾവേസ് 0. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ. ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു Newton's second law, Fi is equal to dPi divided by dt is equal to Pi dot. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അതാണ് Fi is equal to dPi by dt, അതായത് Pi dot. Fi minus Pi dot is equal to 0. ഇനി ബൈ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് സിഗ്മ ഐ Fi minus Pi dot into del Ri equal to 0. Then Fi is equal to, ഇവിടെ ടോട്ടൽ ഫോഴ്സ് Fi എന്ന് പറയുന്നത് Fi of A പ്ലസ് Fi. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഐ Fi of A പ്ലസ് Fi മൈനസ് Pi ഡോട്ട് ഇൻറ്റു del Ri ഈക്വൽ ടു 0. സിഗ്മ ഐ Fi of A മൈനസ് Pi ഡോട്ട് ഇൻറ്റു del Ri പ്ലസ് സിഗ്മ ഐ Fi del Ri ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻ 0 ആയിക്കഴിഞ്ഞാൽ വെൻ ഈ ടൈം 0 ആയി പോകും. സോ നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയുന്നത് സിഗ്മ ഐ Fi of A മൈനസ് Pi ഡോട്ട് ഇൻറ്റു del Ri ഈക്വൽ ടു 0. ഇതാണ് ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ. This is ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ. ഇനി ഇവിടെ ഇത് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് ഇൻ ജനറൽ വി ക്യാൻ സേ സിഗ്മ ഐ Fi മൈനസ് Pi ഡോട്ട് ഇൻറ്റു del Ri ഈക്വൽ ടു 0. ഇതിനെയാണ് ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മാത്രമാണ്. പക്ഷേ ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ വന്നപ്പോൾ അവിടെ മൊമെൻറ്റത്തിൻ്റെ ടൈമും കൂടി വന്നു. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കും ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്തായിരുന്നു? സിഗ്മ ഐ Fi del Ri ഈക്വൽ ടു 0. ഡി-എലംബേർട്സ് വന്നപ്പോഴത്തേനും സിഗ്മ ഐ Fi മൈനസ് Pi ഡോട്ട് ഇൻറ്റു del Ri ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 2 ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി വരുന്നത് Lagrangian from ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ. Lagrangian from ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യണം. അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് പറയണം. കൺസിഡർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾ. The position coordinates are given by
RI ഓഫ് Q1 ക്യൂസ് ആണ് പൊസിഷൻ കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ Q1 Q2 എക്സെട്ര Qn, T. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് ആദ്യം ഡിഫറൻഷ്യലും ചെയ്യണം, ഡെല്ലും എടുക്കണം. ഡെല്ലെന്ന് പറയുമ്പോൾ എന്താണ്? വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ ഇത് ഓൺ ഡിഫറൻഷ്യേറ്റിംഗ് dRi/dt ഈസ് ഈക്വൽ ടു പാർഷ്യൽ ഡിഫറൻഷ്യൽ വരും ∂Ri/∂Q, കാരണം ക്യൂവും ടിയും ഉള്ളതുകൊണ്ട് ∂Ri/∂Q1 ഇൻറ്റു dQ1/dt പ്ലസ് ∂Ri/∂Q2 ഇൻറ്റു dQ2/dt പ്ലസ് എക്സെട്ര ∂Ri/∂Q1 ഇൻറ്റു dQ1/dt പ്ലസ് ∂Ri/∂T. ഇതെന്ന് പറയുന്നത് വി ഐ എന്ന് പറയുന്നത് RI ഡോട്ട് ഈക്വൽ ടു സിഗ്മ കെ ∂Ri/∂QK ഇൻറ്റു QK ഡോട്ട് പ്ലസ് ∂Ri/∂T. അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് ഡെല്ലാണ്, അതായത് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ദ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ ∂Ri ഈസ് ഈക്വൽ ടു ∂Ri/∂Q1 ∂Q1 പ്ലസ് ∂Ri/∂Q2 ഇൻറ്റു ∂Q2 പ്ലസ് എക്സെട്ര പ്ലസ് ∂Ri/∂Q1 ഇൻറ്റു ∂Q1. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിഗ്മ കെ ∂Ri/∂QK ഇൻറ്റു ∂QK ∂Ri എന്ന് പറയുന്നത്. ഇത് ഇക്വേഷൻ 3. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു n പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം കൺസിഡർ ചെയ്ത് അവിടെ പൊസിഷൻ കോർഡിനേറ്റ്സ് RI പറഞ്ഞ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് dR/dt ചെയ്ത് പിന്നെ ∂Ri ചെയ്തു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ബൈ ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പൾ we have sigma I Fi minus Pi dot into ∂Ri is equal to 0. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഐ Fi ∂Ri is equal to സിഗ്മ ഐ Pi dot ∂Ri. ഇതിന് ഇക്വേഷൻ 4. ഇനി ഇവിടെ LHS എടുത്തു കഴിഞ്ഞാൽ LHS is equal to സിഗ്മ ഐ Fi ∂Ri is equal to, ഇവിടെ ഇപ്പോൾ ∂Riയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ കെ Fi ∂Ri/∂QK ഇൻറ്റു ∂QK. ഇവിടെ Fi ∂Ri/∂QK എന്ന് പറയുന്നതിനെ നമുക്ക് GK എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് LHS is equal to GK ∂QK where GK is equal to Fi ∂Ri/∂QK where GK is equal to Fi ∂Ri/∂QK is equal to sigma I Fx ∂x/∂QK plus Fi ∂y/∂QK plus Fz ∂z/∂QK. ഇതിനെയാണ് ഇക്വേഷൻ 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കമ്പോണൻസ് ഓഫ് ജനറലൈസ്ഡ് ഫോഴ്സ് വിത്ത് കോർഡിനേറ്റ് QK. ഇവിടെ GK എന്ന് പറയുന്നതാണ് ജനറലൈസ്ഡ് ഫോഴ്സ്. സോ ദീസ് ആർ
കമ്പോണൻസ് ഓഫ് ജനറലൈസ്ഡ് ഫോഴ്സ് ഇൻ കോർഡിനേറ്റ് ക്യു കെ എന്ന് പറയുന്ന കോർഡിനേറ്റിലുള്ള ജനറലൈസ്ഡ് ഫോഴ്സാണ് ജി കെ. ഇപ്പോൾ നമ്മളിത് എൽ എച്ച് എസ് ഫോർത്ത് ഇക്വേഷൻ്റെ എൽ എച്ച് എസ് എടുത്തിട്ടാണ് പറഞ്ഞത്. ഇനി ആർ എച്ച് എസ് എടുത്തു കഴിഞ്ഞാൽ മൊമെൻറ്റത്തിൻ്റെ ടേം ആർ എച്ച് എസ് സിഗ്മ ഐ പി ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡെല്ലിന് പകരം സിഗ്മ കെ ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡെൽ ക്യു കെ. അപ്പോൾ സിഗ്മ ഐ കെ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡെൽ ക്യു കെ ആർ എച്ച് എസ്. അപ്പോൾ നമുക്ക് ഇതിന് ഇക്വേഷൻ 6 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ടേമിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിനെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിഗ്മ ഐ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് എം ഐ, ഇവിടെ എം ആർ ഡബിൾ ഡോട്ടാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എം ആർ ഡോട്ടിൻ്റെ എടുക്കാം. ആർ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ആർ ഡബിൾ ഡോട്ട് ആയിരുന്നു, പക്ഷെ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ആർ ഡോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ആർ ഡബിൾ ഡോട്ട് കിട്ടും. അതായത് ഡെറിവേറ്റീവ് ഓഫ് ആർ ഡോട്ട് വരുമ്പോഴത്തേനും ആർ ഡബിൾ ഡോട്ട് എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം ഇവിടെ ഡി ബൈ ഡി ടി എടുക്കുമ്പോൾ എം ഐ കോൺസ്റ്റൻ്റ് ആണ്. ആർ ഐ ഡോട്ടിൻ്റെ ഡോ ആർ ബൈ ഡോ ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് വരും. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ വരും എന്ന് നോക്കി കഴിഞ്ഞാൽ സിഗ്മ ഐ പുറത്ത് നിൽക്കട്ടെ, എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് വരും. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മറ്റേ ടേം അതുപോലെ തന്നെ വരും. പ്ലസ് എം ഐ ആർ ഐ ഡോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ. അപ്പം ഇതെന്ന് പറയുന്നത് സിഗ്മ ഐ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ പ്ലസ് എം ഐ ആർ ഐ ഡോട്ട് ഡോ ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ ഐ ഈക്വൽ ടു സിഗ്മ ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ പ്ലസ് എം ഐ ആർ ഐ ഡോ ബൈ ഡോ ക്യു ഓഫ് വി ഐ. ഇതിനെയാണ് ഇക്വേഷൻ 7 എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫ്രം ടൂവിൽ വി ഐ എന്ന് പറയുന്നത് ഡോ ആർ ബൈ ഡോ ക്യു ഇൻറ്റു ക്യു കെ ഡോട്ടാണ്. വി ഐ എന്ന് പറയുന്നത് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ ഇൻറ്റു ക്യു കെ ഡോട്ട്. ഇതിന് ഡോ വി ഐ ബൈ ഡോ ക്യു കെ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ കിട്ടും. സോ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഐ ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോ വി ഐ ബൈ ഡോ ക്യു കെ ഡോട്ട് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ പ്ലസ് സിഗ്മ ഐ ആർ ഐ ഡോട്ട് ഇൻറ്റു ഡോ വി ബൈ ഡോ ക്യു കെ. സിഗ്മ ഐ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് എന്ന് പറയുമ്പോൾ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യു കെ ഡോട്ട് മൈനസ് എം ഐ ആർ ഐ ഡോട്ട് ഡോ വി ബൈ ഡോ ക്യു കെ. അപ്പോൾ ഇതാണ് എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യു കെയുടെ വാല്യൂ എന്ന് പറയുന്നത്.
ഡി ബൈ ഡി ടി ഓഫ് എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ മൈനസ് എം ഐ ആർ ഐ ഡോട്ട് ഡോ വി ബൈ ഡോ ക്യൂ കെ. അപ്പം ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 8 ഇൻ 6. ഈ ഇക്വേഷൻ, ഈ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഐ പി ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സിഗ്മ കെ സിഗ്മ ഐ കെ ഡി ബൈ ഡി ടി ഓഫ് എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് എം ഐ ആർ ഐ ഡോ വി ബൈ ഡോ ക്യൂ കെ. അപ്പം ഇവിടെ ഡോ ക്യൂ കെ ഡോട്ട് ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് പറയുന്നത് എം ഐ വി ഐ ഇൻറ്റു ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഇവിടെ ഇതിപ്പോൾ എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ ഡോട്ട്, അതിൻ്റെ അവിടെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടത്. അപ്പോൾ ഡോ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ടൈമിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കിട്ടും. ഹാഫ് എം വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എം വി ഡോ വി ബൈ ഡോ ക്യൂ ഡോട്ടൊന്ന് കിട്ടും. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൈനറ്റിക് എനർജിയുടെ ടേം കൊണ്ടുവരാനായിട്ടാണ്, ഹാഫ് എം വി സ്ക്വയർ ഇവിടെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ക്യൂ ഡോട്ടിൻ്റെ ടേംസിലാണ്, സെക്കൻഡ് ഡോ ക്യൂ കെയുടെ ടേംസിൽ ഹാഫ് എം വി ഐ സ്ക്വയറിൽ എടുത്തു കഴിഞ്ഞാൽ എം ഐ വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ. അതായത് സിഗ്മ ഐ പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ കെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ഹാഫ് എം ഐ വി ഐ സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് ഹാഫ് എം ഐ വി ഐ സ്ക്വയർ. ഇവിടെ ഹാഫ് എം ഐ വി ഐ സ്ക്വയർ എന്ന് പറയുന്നത് ടി ആണ്. സിഗ്മ ഐ പി ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ കെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ടി മൈനസ് ഡോ ബൈ ഡോ ക്യൂ കെ ടി. ഇനി ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സിഗ്മ ഐ പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ആണ് ഉള്ളത്. ഇക്വേഷൻ 4 നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ ഐ പി ഐ ഡോട്ട് ഡെൽ ആർ ഐ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഡെൽ ആർ ഐ ആണ്. അതായത് ഫ്രം 4 വി ഹാവ് സിഗ്മ ഐ പി ഐ ഡെൽ ആർ ഐ പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ എഫ് ഐ ഡെൽ ആർ ഐ. അതിൻ്റെ അടുത്ത ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐക്ക് പകരം ജി കെ വരുന്നൊരു ടൈമുണ്ട്. അതായത് എഫ് ഐ ഡെൽ ആർ ഐ എന്ന് പറയുന്നത് ജി കെ ഡെൽ ക്യൂ കെ എന്ന് പറയുന്ന ടൈം വരുന്നത്. അതായത് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ജി കെ ഡെൽ ക്യൂ കെ എന്ന് വരുന്ന ടൈം വരുന്ന ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് സിഗ്മ കെ ജി കെ ഡെൽ ക്യൂ കെ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ കെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ കെ മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ കെ. ഇവിടെ ജി കെ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ കെ. ഇതാണ് ജനറൽ ഫോം ഓഫ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. ഇതിന് നമുക്ക് ഇക്വേഷൻ ഇക്വേഷൻ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ജനറൽ ഫോം ഓഫ്
ലഗ്രാഞ്ചസ് ഇക്വേഷൻ. ദിസ് ഈസ് ജനറൽ ഫോം ഓഫ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ. ഇനി നമുക്കിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം, അതായത് ജി കെക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അതിനായിട്ട് ഫോർ എ കൺസർവേറ്റീവ് സിസ്റ്റം Fi is equal to minus del Vi, അതായത് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ. അപ്പോൾ Fi എന്ന് പറയുന്നത് നമുക്ക് ജി കെ ആണ്. ജി കെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ. അതായത് Fi ഡെൽ ആർ ഐ എന്ന് പറയുന്നത് ജി കെ ഡെൽ ക്യൂ കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ Fi ഈക്വൽ ടു ജി കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ ജി കെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ടൈമിന് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് ടി മൈനസ് വി ഈക്വൽ ടു 0. ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് ആവും, പിന്നെ മൈനസ് കോമൺ എടുക്കുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആവും. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ വി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ക്യൂ കെ ആൻഡ് നോട്ട് ക്യൂ കെ ഡോട്ട്. അതായത് ക്യൂ കെ ഡോട്ടിനെ വി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വി നമ്മൾ ഇൻക്ലൂഡ് ചെയ്താലും ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി മൈനസ് വി ഡിവൈഡഡ് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡോ ക്യൂ കെ ഇൻറ്റു ടി മൈനസ് വി ഈക്വൽ ടു 0. ഹിയർ L is equal to t minus v. d by dt of dou L by dou qk minus dou L by dou qk equal to 0. This is called Lagrange's equation for conservative system. This is called Lagrange's equation for conservative system. സോ അപ്പോൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ്റെ കേസിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണം n പാർട്ടിക്കിൾസ് ഉള്ള. അവിടെ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, അതിനെ ഡെറിവേറ്റീവ് എടുത്ത് ഡെല്ലും എടുത്ത് അതിനുശേഷം ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറഞ്ഞു. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2 ടൈമാക്കി എഴുതി. എന്നിട്ട് അത് LHS എടുക്കണം, RHS എടുക്കണം. അവിടെ രണ്ടിടത്തും ഡെൽ ആർ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജനറലൈസ്ഡ് ഫോഴ്സിൻ്റെ കാര്യം പറയണം. പിന്നെ RHS എടുക്കണം. പി ഐ ഡോട്ടിന് എം വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എം എ എന്നാകും, വി ഐ ഡബിൾ ഡോട്ട് എ ആവും. അപ്പോൾ ഈ ടൈമിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അതിന് എം ആർ ഡബിൾ ഡോട്ട് ഡി ആർ ബൈ ഡി ക്യു ആണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എം ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ക്യു എടുക്കും. എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ പി ഐ ഡോട്ട് ഡെൽ ആർ ഐയുടെ വാല്യൂ നമുക്ക് കിട്ടും. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ കൈനറ്റിക് എനർജിയുടെ ടൈം എം വി ഡോ വി ബൈ ഡോ ക്യൂ കെക്ക് പകരം ഹാഫ് എം വി സ്ക്വയർ കൊണ്ടുവരണം. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ ദാറ്റ് നമുക്ക് ടി ഇടാനായിട്ട് പറ്റും. എന്നിട്ട് പിന്നെ ഈ പി ഐയുടെ ടൈം ജി കെയിലോട്ട് മാറ്റണം. എന്നിട്ട് രണ്ട് സൈഡിലെയും ഇവിടെ നമുക്കൊരു ക്യൂ കെ ഉണ്ട്. അതായത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഒരു ക്യൂ കെ ടൈം ഉണ്ട്. സോ ഡെൽ ക്യൂ കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ രണ്ട് ക്യൂ കെയും കൂടി പോയിട്ട് ജി കെ ഈസിക്വൽ നമുക്ക് ഈ ടൈം കിട്ടുന്നത്. ഇതിനാണ് ജനറൽ ഫോം ഓഫ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ എഫ് എന്ന് പറയുന്നത് മൈനസ് ഡെൽ വി ആണ്. അപ്പോൾ മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ. അപ്പോൾ ജി കെ എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ ആണ് ഈ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ
അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ടി മൈനസ് വി ഈക്വൽ ടു 0 എന്ന് വരും. പിന്നെ വി ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ക്യൂ കെ. വി ക്യൂ കെനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ക്യൂ കെ ഡോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി മൈനസ് വി ഡിവൈഡ് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി മൈനസ് വി ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ ബൈ ഡോ ക്യൂ ഓഫ് ടി മൈനസ് വി ഈക്വൽ ടു 0. ഇവിടെ എല്ലിന് ടി മൈനസ് വി കൊടുക്കണം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു 0. ഇതിനെയാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഫോർ കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ 3 എസ്സേസ്: ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിളും വിർച്വൽ വർക്കും ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഫ്രം ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ.